ശബരിമലയിൽ സ്ത്രീ പ്രവേശന സമയത്ത് ഹിന്ദു സംഘടനകളും മാർഗദർശക മണ്ഡലവും ആ നിയമത്തിനെതിരായിരുന്നുവോ? സ്ത്രീകൾ കയറുന്നതിന് എതിരായിരുന്നുവോ? സ്ത്രീകൾ കയറുന്നതിന് ഒരു എതിരും ആരുമില്ലല്ലോ. ശബരിമലയിൽ ഏത് കാലം മുതലാണോ ദർശനം ആരംഭിച്ചത് ആ കാലം മുതൽ ഇന്ന് വരെ സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ, ഇല്ലേ? ആർത്തവകാലീനകളായ യുവതികൾക്കാണ് വിലക്കുള്ളത്. അതേസമയത്ത് അവര് ശബരിമല ദർശനത്തിലോ ശബരിമല യാത്രയിലോ പങ്കാളിയാവാതിരിക്കുന്നില്ല. ആർത്തവകാലീനകളായ അമ്മമാര്, സ്ത്രീകള് വീട്ടിൽ വ്രതം നോറ്റ് അതിൻ്റെ ഭാഗമായി പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് തൻ്റെ മകൻ, തൻ്റെ പതി, തൻ്റെ സഹോദരൻ, തൻ്റെ അച്ഛൻ ആരാ പോകണമെന്ന് വെച്ചാൽ അവർക്ക് നെയ്ത്തേങ്ങ നിറച്ച് കൊടുത്തയക്കുന്ന പതിവ് നമ്മുടെ ഇടയ്ക്കുണ്ടില്ലേ? ഇല്ല, ഉണ്ട്. ഓരോ സ്ഥലത്ത് സവിശേഷതയാർന്ന ആചരണ വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങൾ പാലിച്ചിരിക്കണം. അത് സാമൂഹിക വിഷയമാണെങ്കിൽ കാലത്തിനനുസരിച്ച് പരിവർത്തനം വരുത്താം. അത് ദേവതയുമായി ബന്ധപ്പെട്ട ആചരണ വിശേഷങ്ങളാണെങ്കിൽ നമുക്ക് തോന്നിയോണം മാറ്റം വരുത്താൻ കഴിയില്ല. സാമൂഹിക വിഷയങ്ങൾ എന്താണെങ്കിലും മാറ്റാം, തീർച്ചയായിട്ടും മാറ്റാം. എന്നാൽ ദേവതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാറ്റാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ ദേവതാഭാവം മാറണം, അത് മാറാം, എന്നാൽ മാറ്റം വരുത്താം, അല്ലാതെ വയ്യ. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ എന്താണ് ദേവാലയം എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് വീഴ്ച വരും. അഥവാ ഒരു ക്ഷേത്രം എന്താണ്? ക്ഷേത്രം സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമാണെന്നുള്ളത് ശരിയാണ്. ആവർത്തിക്കുന്നു, ക്ഷേത്രം സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമാണെന്നത് ശരിയാണ്. എന്നാൽ സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രം എന്നുള്ളതിനേക്കാൾ ക്ഷേത്രത്തിന് പ്രാധാന്യം ദേവാലയം എന്നുള്ളതിനാണ്. ദേവാലയം കഴിഞ്ഞേ മറ്റെന്തുള്ളൂ. ദേവന്റെ ആലയമാണ്, അവിടെ അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കണം. ഇപ്പൊ ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ രണ്ട് കൂട്ടരും ഒന്നാണ്. ഇവിടെ രണ്ടായി ഇരിക്കുന്നത് കാണാനും കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്നാണ്. നമുക്കിടയിൽ വലുപ്പ ചെറുപ്പങ്ങളില്ല. നമുക്ക് പരസ്പര സ്നേഹം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ശരിയാ. എന്നാൽ ഈ പറയുന്ന ചിദാനന്ദപുരി സ്വാമി നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് വിചാരിച്ചോളൂ. ഞാൻ ആരുടെ സൗകര്യങ്ങളും സമയവുമാണ് നോക്കേണ്ടത്? എൻ്റെ സൗകര്യവും സമയമാണോ അല്ല നിങ്ങളുടെ സൗകര്യവും സമയമാണോ? ആരെയാ? നിങ്ങളുടെ സൗകര്യവും സമയമാണ്. എല്ലാ ഞാൻ തിരക്കിട്ട ആളാ. നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ എൻ്റെ വീട്ടിലേക്ക്? എൻ്റെ വീട്ടിലേക്ക് വരാൻ വെച്ചാൽ എൻ്റെ സൗകര്യവും സമയമാണ് നോക്കേണ്ടത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ആശ്രമത്തിലേക്ക് ചിദാനന്ദപുരി സ്വാമിയെ കാണാൻ വരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയവും സൗകര്യം അല്ല നോക്കേണ്ടത്, ആശ്രമത്തിൽ സ്വാമിയുടെ സൗകര്യം നോക്കിയിട്ടാ. എനിക്ക് വളരെ തിരക്കുണ്ട്, എനിക്ക് ഞായറാഴ്ച ഒഴിവുള്ളൂ. നിന്നോട് ആര് പറഞ്ഞു ഞായറാഴ്ച വരാൻ? എൻ്റെ ഒഴിവ് നോക്കിയിട്ടില്ല നീ വരേണ്ടത്. ഇതാണ് ലോകവ്യവഹാരം. അപ്പൊ ദേവാലയത്തിൽ പ്രാധാന്യം ആ ദേവതയുടെ ഭാവത്തിനും അതിനനുസൃതങ്ങളായ മര്യാദകൾക്കുമാണ്. ഏത് ക്ഷേത്രത്തിലും ഇപ്പൊ ഇവിടെ നമ്മൾ ഉപാസിക്കാൻ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരുന്ന ക്ഷേത്രമാണിത്. എന്നാൽ സകലീകൃതമായ ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ദേവതയെ, ഭഗവതിയെ ഉപചാരങ്ങളെല്ലാം ചെയ്ത് ഭക്തദർശനം മുഴുവൻ കഴിഞ്ഞ് അവസാനം അവിടെ ദർശനം കഴിഞ്ഞ് നടയടച്ചു. ഇനി വീണ്ടും രാവിലെ മണിയടിച്ച് തുറക്കുന്നത് വരെ ദർശനമില്ല. അഥവാ രാവിലെ നിർമാല്യം കഴിഞ്ഞ് ആദ്യത്തെ പ്രാഥമികമായ നേദ്യങ്ങൾ സമർപ്പിച്ച് പൂജ കഴിഞ്ഞ് ഭക്തദർശനം എല്ലാം കഴിഞ്ഞ് അടച്ചു, വിശ്രമ സമയമായി. പിന്നെ ഒരാൾക്ക് പുറമേ നിന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷെ അകത്ത് പോയിട്ട് മണിയടിച്ച് തൊഴുക, പ്രദക്ഷിണം ചെയ്യുക ഒന്നും വയ്യ, പാടില്ല. ഓരോന്നിനും സമയമുണ്ട്, അവകാശമുണ്ട്, അതേ ചെയ്യാൻ പാടുള്ളൂ. ഇത് ശ്രദ്ധിക്കണം.
അപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് അത് കേവലം ക്ഷേത്രമല്ല, അത് അയ്യപ്പ ക്ഷേത്രം മാത്രമല്ല, അത് ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമല്ല. പിന്നെന്താണ്? ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമാണ്, അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്, അതിലുപരിയാണ്. എന്താണ് ആ ഉപരി? ഉപരി നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി ധർമ്മശാസ്താവിൽ വിലയിച്ച പ്രദേശമാണ്. അതിൻ്റെതാണ് അവിടുത്തെ മണ്ഡപം, മണിമണ്ഡപം. വെറും ക്ഷേത്രമല്ല, ക്ഷേത്രം ഇപ്പുറത്തുണ്ട്, മണിമണ്ഡപം അതിൻ്റെ സ്ഥാനമാണ്. അവിടെയാണ് വിശിഷ്ടങ്ങളായ ചടങ്ങുകൾ നടക്കുന്നത്. മകരം 1-ാം തീയതി മുതൽ 5 ദിവസം, മകരം 1-ാം തീയതി മുതൽ 5 ദിവസം ഗുരുതിയും മറ്റു ചടങ്ങുകളും അവിടെയാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെതായ നിയമക്രമത്തിനനുസരിച്ച് പരിപാലിച്ചു പോരുന്നത് ആർത്തവകാലീനകളായ സ്ത്രീകൾ പോവാറില്ല. അത് പാലിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു ദോഷവും വരുന്നില്ല. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട്. മണ്ണാർശാലയിൽ ഏത് തന്ത്രിമുഖ്യം വന്നാലും അവിടെ പൂജ ചെയ്യാൻ പ്രാധാന്യം അവിടുത്തെ മുത്തശ്ശിക്കാണ്, സ്ത്രീക്കാണ്. മുത്തശ്ശി പറഞ്ഞ ഒരുപാട് പ്രായമുണ്ടെന്ന് വിചാരിക്കേണ്ട, അത് സ്ഥാനത്തിന് പറയുന്നതാ. യുവതിയായിരിക്കാം, അവിടെ സ്ത്രീക്കാ പ്രാധാന്യം. തൻ്റെ കാമനാപൂരണത്തിന് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിപ്പോകുന്ന ക്ഷേത്രമുണ്ട്. എല്ലാവരും സ്ത്രീവേഷം കെട്ടിയിട്ടാ പോവുക. എന്താന്ന് മേക്കപ്പ് സാധനങ്ങൾക്കൊക്കെ ഉള്ള വാടക എന്നറിയുക. അങ്ങനെയുണ്ട്, കേരളത്തിലുണ്ട്. നോക്കൂ, ഒരു ക്ഷേത്രത്തിൽ സന്യാസി ക്ഷേത്രോപാസകനല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഞങ്ങൾ യജ്ഞോപവീതമൊക്കെ ഉപേക്ഷിച്ച് ഗായത്രിയെ ഉപസംഹരിച്ച് കഴിയുന്നവരാ. പക്ഷേ ഒരു സന്യാസി ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് നമ്മുടെ സമ്പ്രദായം മാനിക്കുന്നത്. എന്നാൽ സന്യാസിയെ കയറ്റാത്ത ക്ഷേത്രമുണ്ട് കേരളത്തിൽ. സന്യാസി കയറ്റില്ല, കയറാൻ പാടില്ല. ഞാൻ പുറത്തു കൂടെയൊക്കെ പോവാം, അകത്ത് കയറാൻ പാടില്ല. എവിടെയാണോ? പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മഹാക്ഷേത്രമാണ്. അവിടെ സന്യാസി കയറാൻ പാടില്ല. ഞങ്ങൾ ആരെങ്കിലും കയറാൻ പോകുന്നുണ്ടോ? അവിടെ വേണ്ട, ഇഷ്ടം പോലെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ കയറേണ്ട അടുത്തേക്ക് കയറുന്നതിനാ. അപ്പോൾ ഓരോ സ്ഥലത്ത് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. നാട് മുഴുവൻ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ പോവാം, അവിടെ ഒന്നും കുഴപ്പമില്ല. അയ്യപ്പൻ്റെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ ഒരു യുവതി യുവാവ് വ്യത്യാസമില്ലാണ്ട് ആർക്കും പോവാം. എന്നാൽ അയ്യപ്പസ്വാമി ധർമ്മശാസ്താവിൽ വിലയിച്ച ആ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രത്യേക നിയമക്രമം പാലിക്കുന്നിടത്ത് അത് വയ്യ. ലോകം മുഴുവൻ ഏറ്റവും അധികം ഇന്ന് പുതിയ ക്ഷേത്രങ്ങൾ ധാരാളം, ലോകത്തിൽ ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ തന്നെ പറയണം, കെട്ടിപ്പടുത്തിട്ടുള്ള വിഭാഗമാണ് സ്വാമിനാരായൺ വിഭാഗം. സ്വാമിനാരായണൻ്റെതാണ് ഇപ്പോൾ അബുദാബിയിൽ ലോകത്തിൽ ഏറ്റവും വലിയ 2ാമത്തെ ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഈ അടുത്തൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ സ്വാമിനാരായൺ വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാർ സ്ത്രീകളെ കാണില്ല, അത് അവരുടെ ചിട്ടയാണ്. അപ്പം അവരുടെ അടുത്തേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല. ഇത് അനീതിയല്ലേന്ന് വെച്ചപ്പോൾ എന്താ ചെയ്യുക, അവിടുത്തെ ആചാരമാണ്. നൈഷ്ഠിക ബ്രഹ്മചാരികൾ അവരുടെ ആചാരമാണത്. എന്നാൽ അത് എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഇല്ല. ഞങ്ങളൊന്നും അങ്ങനെ, ഞങ്ങൾ സ്ത്രീ പുരുഷ ഭേദം കാണേണ്ട കാര്യമില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ആചരണ വിശേഷം അത് ദേവതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ദേവതാഭാവം പരിപാലിക്കപ്പെടേണ്ടതാണ്. സാമൂഹികമായിട്ടുള്ളതാണെങ്കിൽ അത് ദേശകാലങ്ങൾക്കനുസരിച്ച് മാറ്റത്തിന് വിധേയമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ചോദ്യം ഹിന്ദു സംഘടനകളും മാർഗദർശക മണ്ഡലവും യുവതീ പ്രവേശത്തിന് സ്ത്രീകൾ കയറുന്നതിനെതിരായിരുന്നു എന്നാണ്. സ്ത്രീകൾ കയറുന്നതിന് ഒരു എതിരുമില്ല. എന്നാൽ യുവതികൾ അവിടുത്തെ ആചാര വ്യവസ്ഥ പരിപാലിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നിലപാടുണ്ടായിരുന്നത്. നിലപാട് അത് തന്നെയാണ്. ഇവിടെ വേറൊരു നേരം പോക്കുണ്ട് കേട്ടോ. ഈ ചോദ്യം ചിദാനന്ദപുരസ്വാമിയോട് ചോദിച്ചതായതുകൊണ്ടാണ് നേരം പോക്ക് പറയേണ്ടത്. എന്താ വെച്ചാൽ ഈ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞോണ്ടല്ലോ മഹാകള്ളനാണ്. എന്താ കാരണം? ഇയാൾ ആദ്യം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പ്രസംഗിച്ച ആളാ. വീഡിയോ എൻ്റെ അടുത്തുണ്ട്.
വീഡിയോ ഇൻ്റർനെറ്റിലുണ്ട്. അത് നിഷേധിക്കാൻ ഇയാൾക്ക് പറ്റുമോ? അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇതിനെതിരെ നിന്നപ്പോൾ ഉടനെ അയാൾ കളം മാറ്റി ചവിട്ടി. വലിയ ആരോപണം ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയോ? അത് രസകരമായ സംഭവമാണ്. ഒരു സ്ഥലത്ത് വെച്ച് വലിയൊരു പ്രഭാഷണ വേദിയിൽ വെച്ച് സംശയം വന്നു. എന്താണ് ശബരിമലയിൽ വാസ്തവത്തിലുള്ള വിഷയം? ഇന്നല്ല, ആ കാലത്താണ്, 2018 കാലഘട്ടത്തിലാണ്. അപ്പം നമ്മൾ വിസ്തരിച്ച് ശബരിമലയുടെ വിഷയം പറയുകയാണ്. അപ്പോൾ പറയുന്ന കൂട്ടത്തിൽ യങ് ലോയേഴ്സ് ഫോറം എന്നുള്ള ഒരു സംഘടന ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല, അത് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ലിംഗസമത്വത്തിന് എതിരാണ്, അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് എല്ലാവർക്കും അവിടെ പ്രവേശനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റിട്ട് ഫയൽ ചെയ്തു. അത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ കോടതി ഇന്ന നടപടി എടുത്തു എന്ന് പറയുന്നു. ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം ഉള്ളത് മാറ്റി ഇതങ്ങോട്ട് പ്രചരിപ്പിച്ചു നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ ഇത് സ്വാമി പറഞ്ഞല്ലേ? അതെ. ഇത് സ്വാമിയുടെ രൂപമല്ലേ? അതെ. സ്വാമിയുടെ ശബ്ദമല്ലേ? അതെ. അപ്പോൾ സ്വാമി പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ സ്വാമി യുവതികൾ കയറണം എന്നല്ലേ? അല്ല. അതെങ്ങനെയാ അത് ശരിയാവുക? ഒരു ഇവർ പൂർവപക്ഷം എന്ന രീതിയിൽ യങ് ലോയേഴ്സ് ഫോറം എന്താണോ കേസ് ഫയൽ ചെയ്തത് അത് പറയുന്ന ഭാഗമാ. എന്താ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് ചെയ്താൽ ചെയ്യാം. എന്നിട്ട് മാത്രമല്ല, അത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പ്രധാന ചാനൽ, ഇപ്പോൾ ഓർമ്മയുണ്ട്, മാതൃഭൂമിയിൽ ഈ ധിം തരികിടതോം എന്നൊരു പരിപാടിയുണ്ട്. അതിലവരിതെടുത്തു. ഇയാൾ ഈ ധിം തരികിടതോം, ഇയാൾ ആദ്യം കയറണം എന്ന് പറഞ്ഞു, ഇപ്പൊ കയറണ്ട പറഞ്ഞു എന്ന്. എന്തൊരു കഷ്ടം അതൊക്കെ. ഇതൊക്കെ അവർക്കൊക്കെ മറുപടി കൊടുക്കാനാവുമോ നമുക്ക്? അവരെന്തോ പറഞ്ഞോട്ടെ, അവർക്കറിയാലോ അവർ ചെയ്യണത് അസത്യാന്നുള്ളത്. ശരി, സാന്ദർഭികമായിട്ട് ആ ചോദ്യം വന്നതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു മാത്രം.